രാവിലെ ഒന്ന് പത്രം വായിച്ചില്ലെങ്കിൽ പതിവ് പലതും മുടങ്ങുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. വാർത്തകൾ വിശ്വാസ്യതയോടെ എന്ന് പരസ്യം നൽകി ആ വിശ്വാസ്യതയെ വിശ്വസിക്കുന്ന നമ്മൾ. പക്ഷേ ഇന്ന് മലയാളികൾ ഒന്ന് പറ്റിക്കപ്പെട്ടു. നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ, അതായത് ജനുവരി 24, 2025 നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ മിക്കവാറും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ, അതായത് മുഖ്യധാര പത്രങ്ങളെ, മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ മുഖ്യധാര പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനം. ഫെബ്രുവരി 1 മുതൽ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാകുന്നു. മലയാളത്തിലെ മുൻനിര പത്രങ്ങളിൽ മുൻ പേജിൽ വന്ന ഈ സംഗതി ജനത്തെ ഞെട്ടിച്ചു. ഇതിൽ മാധ്യമ ലോകത്തും സമൂഹ മാധ്യമങ്ങളിലും വലിയ വിമർശനം ഉയർന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വായിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതൊരു പരസ്യം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ക്യാപ്ഷൻസ് ഓടിച്ചിട്ട് വായിക്കുന്ന ആളുകളായിരിക്കും ശരിക്കും സാധാരണ കൂടുതലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലത്തെ പേപ്പറിൽ മാതൃഭൂമി തന്നെ, അതായത് 25-ാം തീയതി രാവിലത്തെ പേപ്പറിൽ മാതൃഭൂമി തന്നെ ഇതൊരു പരസ്യമായിരുന്നു പറഞ്ഞൊരു ചെറിയ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിരുകളില്ലാത്ത ആകാശ പോരാട്ടത്തിനൊടുവിൽ ഗോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും എന്നൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മലയാളി പത്രം വായിക്കുന്നത് ഏതാണ്ടെന്ന് മനസ്സിലാക്കിയത്. കാര്യങ്ങൾ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് രണ്ടാം പേജിലേക്ക് പോകാം എന്നൊക്കെ. അങ്ങനെ ഒരുപാട് ഞെട്ടലിന് ശേഷം സാങ്കല്പികമായ വാർത്തകളാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. കാശിന് വേണ്ടിയിട്ടാണ് ഈ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഫ്രണ്ട് പേജ് ലക്ഷങ്ങൾ കിട്ടുന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാശാണ് വലുത്. ജനങ്ങൾക്ക് വേണ്ട വാർത്ത എത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് കാശാണ് വലുത്, വാർത്തയേക്കാൾ ഉപരിയായിട്ട്. എന്ത് പറഞ്ഞാലും പത്രധർമ്മം ഞങ്ങളെ പത്രക്കാർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വക തെണ്ടിത്തരങ്ങൾ കാണിച്ചു വെച്ച് നാണം കെട്ട് നാറി എന്തിന്? ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കുക. അല്പമെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുക.